മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളികയായി ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേറി ബഹിരാകാശ നിലയങ്ങളുടെ സുൽത്താനായി വാണുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS തകർക്കാൻ ഒരുങ്ങുന്നു. 2030 ബഹിരാകാശ നിലയം തകർക്കുന്നതിന് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് കരാർ പോലും നൽകിയിട്ടുണ്ട്. സ്പേസ് എക്സിന് $843 മില്യൺ കരാറാണ് നാസ നൽകിയിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് ISS ഡീഓർബിറ്റ് ചെയ്യാനാണ് പദ്ധതി. 2031 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ സുരക്ഷിതമായി പൂർണ്ണമായും ഭ്രമണപഥത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ബഹിരാകാശ പേടകം നിർമ്മിക്കുക എന്നുൾപ്പെടെയുള്ള കരാറിന്റെ ഭാഗമായാണ് സ്പേസ് എക്സിന് കരാർ നൽകിയിരിക്കുന്നത്. നിലയത്തെ ഒരു അഗ്നിജ്വാലയായി മാറ്റി അവശിഷ്ടങ്ങൾ ശാന്തസമുദ്രത്തിലെ ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോ മേഖലയിൽ വീഴ്ത്തുകയാണ് ലക്ഷ്യം. ബഹിരാകാശ മേഖലയിലെ അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ കൂടി ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ISS. ഇതിന്റെ അന്ത്യം ആ കൂട്ടായ്മക്ക് കൂടി അന്ത്യം കുറിച്ചേക്കും. മാത്രമല്ല, സ്വകാര്യ വാണിജ്യ നിലയങ്ങളുടെ വൻതോതിലുള്ള ആരംഭത്തിന് കൂടി വഴിയൊരുങ്ങുന്നതായിരിക്കും വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ ISSന്റെ തകർച്ച. തെക്കൻ പസഫിക് സമുദ്രത്തിലാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള കരയിൽ നിന്ന് ഏത് ദിശയിലും കുറഞ്ഞത് 2677 മുതൽ 2688 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ സ്ഥാനം. തീരപ്രദേശത്ത് നിന്ന് ഏറ്റവും അകലെയുള്ള പോയിന്റിനെ സൂചിപ്പിക്കുന്ന ഈ പ്രദേശം കരയിൽ നിന്ന് എത്തിച്ചേരാൻ ഏറ്റവും പ്രയാസമുള്ള മേഖല കൂടിയാണ്. പോയിന്റ് നെമോയുടെ വടക്ക് പിറ്റ്കെയിൻ ദ്വീപുകളുടെ ഭാഗമായ ഡ്യൂസി ദ്വീപും വടക്കു കിഴക്ക് ഈസ്റ്റർ ദ്വീപുകളിലൊന്നായ മോട്ടുനൂയും തെക്ക് അന്റാർട്ടിക്കയുടെ ഭാഗമായ മഹർ ദ്വീപും സ്ഥിതി ചെയ്യുന്നു. സ്പേസ് എക്സിന് ISS തകർക്കാനുള്ള കരാർ നൽകിയതായി നാസ 2024 തന്നെ അറിയിച്ചിരുന്നു. സ്പേസ് എക്സ് ഒരു മഹത്തായ ദൗത്യം ഏറ്റെടുക്കാനുള്ള അവകാശം നേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നശിപ്പിക്കൽ. ഈ പൊളിക്കൽ ദൗത്യം ബൃഹത്തായ സ്റ്റേഷനെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഒരു തീജ്വാലയായി താഴേക്ക് തള്ളിയിടും, നാസ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ പതിച്ചേക്കും എന്ന മുന്നറിയിപ്പോടുകൂടിയാണ് നാസ ISS പൊളിക്കുന്ന കാര്യം 2024 ജൂൺ 26 ഔദ്യോഗികമായി പൊതുസമൂഹത്തെ അറിയിച്ചത്. ISSന് പ്രായമാവുകയാണെന്നും സുരക്ഷയെ മുൻനിർത്തി 2030 ഈ വലിയ സൗകര്യം പൂർണ്ണമായും കത്തിച്ചു കളയാനാണ് നാസ ഉദ്ദേശിക്കുന്നത് കൂടി നാസ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 1998 മനുഷ്യന്റെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ബഹിരാകാശത്ത് താമസിക്കുന്നതിനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനുമായി മനുഷ്യൻ നിർമ്മിച്ച പരീക്ഷണശാലയായത് ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലുപ്പം കൂടിയ കൃത്രിമ വസ്തുവാണ്. ബഹിരാകാശത്ത് ഭൂമിയോടടുത്ത താഴ്ന്ന ഭൂഭ്രമണപഥത്തിലൂടെ ഭൂമിയിൽ നിന്ന് 330 കിലോമീറ്ററിനും 435 കിലോമീറ്ററിനും ഇടയിലുള്ള, അതായത് 205 മൈലിനും 270 മൈലിനും ഉയരത്തിലാണ് ഇതിന്റെ സഞ്ചാരം. മനുഷ്യർക്ക് താമസിക്കാൻ കൂടി സൗകര്യമുള്ള ബഹിരാകാശ ഗവേഷണശാലയായ ഇതിനെ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാനാകും. സെക്കൻഡിൽ ശരാശരി 7.66 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിക്ക് ചുറ്റും യാത്ര ചെയ്യുന്നത്. 92 മിനിറ്റും 69 സെക്കൻഡും കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റാൻ ഇതിന് കഴിയും. ദിവസവും ഇത്തരത്തിൽ 15.54 തവണ ഇത് ഭൂമിയെ വലം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 16 സൂര്യോദയങ്ങളും അസ്തമയങ്ങളും കാണാൻ ഇതിലെ സഞ്ചാരികൾക്ക് സാധിക്കും. ഏകദേശം 4,19,455 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. 72,008 മീറ്റർ നീളവും 108.5 മീറ്റർ വീതിയുമുള്ള ഇതിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പമുണ്ടാകും. 935 ഘനമീറ്ററാണ് ISSലെ താമസയോഗ്യമായ സ്ഥലത്തിൻ്റെ വ്യാപ്തി. മറ്റു ബഹിരാകാശ വാഹനങ്ങൾ ഇതിൽ ഇറങ്ങുന്നതിനും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുമുള്ള സംവിധാനവുമുണ്ട്. ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ തന്നെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റഷ്യയുടെ പ്രോട്ടോൺ സോയ്സ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഇതിന്റെ ഭാഗങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ചത്. 1998 നവംബറിലാണ് നിലയത്തിന്റെ ആദ്യ ഭാഗമായ സരിയ ഫങ്ഷണൽ കാർഗോ ബ്ലോക്ക് റഷ്യൻ റോക്കറ്റായ പ്രോട്ടോൺ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. പിന്നാലെ മറ്റു 2 ഭാഗങ്ങളായ ദ യൂണിറ്റി മൊഡ്യൂളും അതുപോലെ സിവേദ സർവീസ് മൊഡ്യൂൾ എന്നിവ വ്യത്യസ്ത വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കുകയും സൊരിയയുടെ മുകളിൽ താഴെയുമായി ഘടിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ 1998 മുതൽ 42 വ്യത്യസ്ത നിക്ഷേപണങ്ങൾ വഴിയാണ് ISSന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2000 നവംബർ 2 എക്സ്പെഡിഷൻ
1 ക്രൂവിന്റെ വരവോടെയാണ് നിലയത്തിൽ മനുഷ്യന്റെ ദീർഘകാല താമസം ആരംഭിച്ചത്. അതിനുശേഷം ISSൽ തുടർച്ചയായി മനുഷ്യവാസം തുടർന്നു പോന്നു. ബഹിരാകാശത്ത് ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ മനുഷ്യ സാന്നിധ്യമാണിത്. 22 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 280 വ്യക്തികൾ ഈ സ്റ്റേഷൻ സന്ദർശിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ നാസയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിലും റഷ്യയുടെ RKA, ജപ്പാന്റെ JAXA, കാനഡയുടെ CSA തുടങ്ങിയവയും 11 യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത ബഹിരാകാശ സംഘടനയായ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും കൂട്ടായ പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. നാസയും ബഹിരാകാശ പറക്കലുകൾ, കോസ്മോനോട്ടിക് പ്രോഗ്രാമുകൾ, ബഹിരാകാശ ഗവേഷണം എന്നിവയ്ക്കുള്ള റഷ്യൻ ഫെഡറേഷന്റെ ഒരു സ്റ്റേറ്റ് കോർപ്പറേഷനായ റോസ്കോസ്മോസും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ച് മനുഷ്യർക്ക് താമസിക്കാനാവും വിധമുള്ള ഒരു പരീക്ഷണശാലയും നിരീക്ഷണ നിലയവുമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതും ഭൂഗുരുത്വം തീരെ അനുഭവപ്പെടാത്ത അവസ്ഥയിലുള്ളതുമായ പരീക്ഷണങ്ങൾക്ക് പറ്റിയ സ്ഥലമാണിത്. ബഹിരാകാശ നിലയത്തിൽ ഗവേഷകരുടെ സ്ഥിര സാന്നിധ്യമുണ്ടെന്നത് വിവിധ രീതിയിൽ ശാസ്ത്ര മുന്നേറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പരീക്ഷണ ഫലങ്ങൾ അപ്പോൾ ഭൂമിയിലെ ഗവേഷകരുമായി പങ്കുവെക്കാനും വേണമെങ്കിൽ പരീക്ഷണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കമിടാനും ബഹിരാകാശ നിലയത്തിലെ ഗവേഷകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായ അനേകം കണ്ടെത്തലുകൾക്ക് സഹായകമായിട്ടുണ്ട്. ബഹിരാകാശത്തെ സവിശേഷ സാഹചര്യത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വരുമ്പോൾ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് എല്ലുകളുടെ സാന്ദ്രത കുറയുന്ന, മസിൽ അട്രോഫി, ശരീരദ്രാവകങ്ങളുടെ വിതരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയുൾപ്പെടെ ശാസ്ത്രജ്ഞർ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ സ്പേസ് ബയോമെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരം എല്ലാ വിഷയങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ഭാവിയിൽ ബഹിരാകാശ ഗവേഷണ സഞ്ചാരത്തിനും ടൂറിസത്തിനുമെല്ലാം നിർണായകമായ അറിവുകളായിരിക്കും സമ്മാനിക്കുക. ശീതയുദ്ധാനന്തരം റഷ്യയുമായി US ഉണ്ടാക്കിയ പങ്കാളിത്തത്തിൽ വിഭാവനം ചെയ്ത് നിർമ്മിച്ച ISS നാസയുടെ പല പ്രധാന പദ്ധതികളെയും പോലെ അതിൻ്റെ പ്രാരംഭ രൂപകൽപ്പനയിൽ 15 വർഷമാണ് ആയുസ്സായി നിശ്ചയിച്ചത്. എന്നാൽ ഇത് അതിലേറെ കാലം നിലനിന്നു. എന്നിരുന്നാലും ബഹിരാകാശത്തിൻ്റെ കഠിനമായ അന്തരീക്ഷത്തിൽ ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല. നശിപ്പിക്കൽ ജോലി പൂർത്തിയാക്കുന്നതിന് ഏജൻസി സ്പേസ് എക്സിന് $843 മില്യൺ വരെ നാസ നൽകും. ISSനെ ഇല്ലാതാക്കുക എന്ന ബുദ്ധിമുട്ടേറിയ ദൗത്യത്തിന് ഒരു അതുല്യമായ ഡി-ഓർബിറ്റ് വാഹനത്തിൻ്റെ വികസനം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നതാണ് ഈ കരാർ. എന്നാൽ വിക്ഷേപണ ചെലവ് ഇതിൽ ഉൾപ്പെടില്ല എന്ന് നാസ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നാസ നൽകിയിട്ടില്ല. നിലവിൽ ഡി-ഓർബിറ്റ് വാഹനത്തിനെ കുറിച്ച് സ്പേസ് എക്സും കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും 2 വർഷത്തിനകം തന്നെ ISS പൊളിക്കണമെന്ന് ഇലോൺ മസ്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ സ്പേസ് എക്സിൻ്റെ നിലവിലുള്ള ഡ്രാഗൺ, സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകങ്ങൾ നിലയത്തിൻ്റെ ഡി-ഓർബിറ്റ് ദൗത്യത്തിന് അനുയോജ്യമല്ലെന്നാണ് റിപ്പോർട്ട്. ഈ വാഹനത്തിൽ വലിയ തോതിൽ മാറ്റം വരുത്തിയോ അല്ലെങ്കിൽ പുതുതായി ഒരു ക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്തോ ആയിരിക്കും സ്പേസ് എക്സ് ദൗത്യം പൂർത്തിയാക്കുക. ഡി-ഓർബിറ്റ് വാഹനങ്ങൾ എങ്ങനെയായാലും സ്പേസ് എക്സ് ഈ അത്യാധുനിക സങ്കീർണമായ സാങ്കേതിക വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ISS 2030 വരെ പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിയാണ് മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയതെന്ന് 2022 നാസ അറിയിച്ചിരുന്നു. ISS പിൻവാങ്ങുന്നത് സ്വകാര്യ വാണിജ്യ നിലയങ്ങളുടെ തുടക്കത്തിനും കാരണമാകുമെന്നും നാസ ചൂണ്ടിക്കാട്ടുന്നു. സ്വകാര്യ മേഖല സാങ്കേതികപരമായും സാമ്പത്തികപരമായും ബഹിരാകാശ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. എല്ലാവിധ സഹായങ്ങളും അവർക്ക് നൽകുമെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യ സമൂഹം ഇതുവരെ നടപ്പിലാക്കിയതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ നിർമ്മാണ പദ്ധതിയായിരുന്നു ISS. ബഹിരാകാശത്തെ ഏറ്റവും വലുതും ചെലവേറിയതുമായ പദ്ധതിയായിരുന്നത്. എന്നാൽ 4.19 ലക്ഷം കിലോ ഭാരമുള്ള ബഹിരാകാശ നിലയത്തെ സുരക്ഷിതമായി നശിപ്പിക്കുമെന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ കാലമായി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, മാനത്ത് നമ്മുടെ തലക്ക് മുകളിലൂടെ പല തവണ കടന്നുപോകുന്ന അത്യാകർഷകമായ ആ ആകാശ കാഴ്ചക്ക് അങ്ങനെ പര്യവസാനമാകുമ്പോൾ തിളക്കമുള്ള ആ ആകാശ കാഴ്ച അതിനേക്കാൾ തിളക്കത്തിൽ ജ്വലിച്ചില്ലാതാവുകയാവും ചെയ്യുക. ആകാശത്തെ ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്ന ഒരു ചിത തന്നെയായിരിക്കും ISSന്റെ ശവസംസ്കാരം. അതെ, ലോകം മുഴുവൻ നോക്കി നിൽക്കെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ISS മഹത്തരമായ അതിൻ്റെ അന്തിമ ജ്വാലയോടെ ചരിത്രമായി മാറും. എങ്ങാനും അതിനെ പൂർണ്ണാർത്ഥത്തിൽ നശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലോ അത് ഭൂമിക്ക് വലിയ ഭാരം തന്നെയായിരിക്കും ഉണ്ടാക്കുക. Waytonikah.com, the exclusive Muslim matrimonial site.